ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹെവൻ, ഹെൽ, പർഗറ്ററി. സ്വർഗം, നരകം, ശുദ്ധീകരണം. മരണം ഒന്നിന്റെ അവസാനമല്ല, സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ്. ഇതെല്ലാം നമ്മളുടെ ജീവിത രീതിയിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് സഭയുടെ പ്രബോധനം. സ്വർഗവും നരകത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. എന്നോടൊരു കൊച്ചു ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, സർ ഈസ് ദിസ് എ റിയാലിറ്റി എന്ന് ചോദിച്ചു. നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു കുഴപ്പമുള്ളൂ, കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ആ ബോധ്യം ഉണ്ടാവും. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ആകെ ചോദിക്കാൻ പോകുന്ന കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം അത് മാത്രമല്ല, നമുക്ക് നിത്യതയെ പറ്റിയുള്ള അറിവെന്താണ്. ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ജസ്റ്റിൻ ചേട്ടനും ടെസിറ്റി ചേച്ചിയാണ്. അവർ എറണാകുളത്ത് താമസിക്കുന്നു. ജസ്റ്റിൻ ചേട്ടൻ ലെക്ചറാണ്, ഇലക്ട്രോണിക്സ് ലെക്ചറാണ്. ടെസിറ്റി ചേച്ചി സ്കൂൾ ടീച്ചറുമാണ്. ഒപ്പം നമുക്ക് നമ്മോടൊപ്പം ഉള്ളത് പ്രദീപേട്ടൻ, ഇവിടെ എറണാകുളത്ത് തന്നെ വീട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേട്ടല്ലോ ഈ ഒരു വിഷയം. അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞങ്ങൾക്ക് 3 മക്കളാണ്. ജോയൽ, ഇസാക്ക്, എവിൻ. അതിൽ മൂത്ത മകൻ പെട്ടെന്ന് ഒരു 19 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു നിമിഷം, പെട്ടെന്നൊരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു അവൻ തമ്പുരാൻ്റെ അടുത്തേക്ക് തിരികെ പോയത്. ഒരു സ്കൂൾ വിട്ട് വരുന്ന വഴി സാധാരണ ഒരു ദിവസമായിരുന്നു. അന്ന് കയറുമ്പോഴായിട്ട് ഒരു ഫോൺ കോൾ വരികയാണ്, അവനിങ്ങനെ അപകടത്തിൽപ്പെട്ടു, പെട്ടെന്ന് വരണം. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ ഈ അപകടത്തിൽ പെടുന്നത്. അവനെ കാണാനില്ല വെള്ളത്തിൽ പോയിട്ട്. അപ്പോൾ തന്നെ ജസ്റ്റിൻ പറഞ്ഞു, അരമണിക്കൂറായി അവനെ മിസ്സിങ് ആയിട്ടെന്നുള്ള വാർത്ത ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ പെട്ടെന്നുള്ള ഒരു ഇതാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്ന ചിന്ത, ജസ്റ്റിൻ അപ്പം തന്നെ പറഞ്ഞു, അവൻ ഈശോയുടെ അടുത്തേക്ക് പോയി എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്. ആദ്യം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അടുത്ത നിമിഷം എൻ്റെ ഉള്ളിലേക്ക് വന്ന ചിന്ത, ഇപ്പോൾ തീർച്ചയായിട്ടും അവൻ ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ ആ അന്ത്യവിധി ആയിരിക്കുമല്ലോ. ഇപ്പോൾ അവനെ ഈ സ്വർഗം മുഴുവനും അവൻ്റെ ജീവിതം ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ അവൻ്റെ ഓരോ ദിവസവും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ഞങ്ങളുടെ കുടുംബമൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നീട് ആ മരണത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് കടന്നു വന്നു. പക്ഷെ ഞാൻ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ചിന്തകൾ മുഴുവനും സ്വർഗത്തിലായിരുന്നു. കാരണം അവൻ്റെ ആത്മാവ് ഇപ്പോൾ അവിടെ എത്തി, അവനിപ്പോൾ ഞാൻ കാണാൻ കൊതിച്ച സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അവിടുത്തെ അവൻ്റെ ഒരു ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ദുഃഖമോ ആകുലതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ ബോഡി അന്ന് കിട്ടിയിട്ടില്ല, പിറ്റേ ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തയാണെങ്കിലും അവനെ ഇനി കിട്ടുമോ ഇല്ലേ, ബോഡി കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ആ രാത്രിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ മൂത്ത മകനാണ്, സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉറക്കമില്ലാത്തൊരവസ്ഥയാകാം, അല്ലെങ്കിൽ ഭയങ്കര ആകുലത. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്ന പോലെ അല്ല. അത് ഞങ്ങൾ അനുഭവിച്ചറിയായിരുന്നു. കാരണം അത്രയും ശാന്തമായിട്ട് ദൈവം ഞങ്ങൾക്ക് ആ കൃപ നൽകിയത് അതിനെ അഭിമുഖീകരിക്കാൻ. അതിന് ഞങ്ങളെ സഹായിച്ചത് ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. കാരണം മരണം ഒന്നിൻ്റെ അവസാനമല്ല, സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ്, അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ളൊരു വാതിലാണ്. അവൻ അത് കടന്നു. നമുക്ക് പിന്നാലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൻ ഞങ്ങളെ വെട്ടിച്ചു, ആദ്യം പോയി. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി കാത്തിരിക്കണം അവൻ്റെ അടുക്കിലേക്ക് എത്തണമെങ്കിൽ, അവനിനി വീണ്ടും കാണണമെങ്കിൽ. അതുകൊണ്ട് അതൊരു വലിയ ഒരു ദുരന്തമായിട്ടോ സങ്കടകരമായൊരു കാര്യമായിട്ടോ അല്ല. തീർച്ചയായിട്ടും അവൻ്റെ വേർപാട് ഞങ്ങൾക്കൊരു ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ആ മരണത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് തമ്പുരാൻ നൽകിയിരുന്നു. ഞങ്ങളെ അതിലേക്ക് വളർത്തിയതുകൊണ്ടാണ്, ഒരു കൃപ ഉണ്ടായതുകൊണ്ടാണ്. ഞാനെന്നാ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, നമുക്ക് 3 പേരെയാണ് ദൈവം തന്നത്. അപ്പോൾ 3ൻ്റെ ഒരു ജോലി നമ്മൾ പൂർത്തിയാക്കി. കാരണം ഒരാളെ തമ്പുരാൻ്റെ സമയത്ത് നമ്മൾ വിട്ടുകൊടുത്തു, ബാക്കി ഇനി 2 അപ്പോൾ ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി കുറഞ്ഞ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കതൊരു ദുഃഖം എന്നുള്ളതിനേക്ക് വളരെ ദൈവത്തിൻ്റെ ഒരു പരിപാലന ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ
കത്തോലിക്ക വിശ്വാസത്തിലൂടെ നമുക്ക് കിട്ടിയ ആ ബോധ്യങ്ങളായിരുന്നു ചെറുപ്പം മുതലേ കിട്ടിയ ഒരു ബോധ്യങ്ങൾ. വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയം ഞാൻ ഓർമ്മ ബോബിയച്ചൻ പണ്ട് പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനൊരു ഏറ്റവും വലിയ ദുരൂഹം പറഞ്ഞ ആരുടെയാണ്? ഈശോടെയാണ്. കുരിശിൽ മരിച്ച അതാണ് ഏറ്റവും വലിയ ദുരൂഹം പറഞ്ഞത്. അപ്പം നമ്മളുടെ എന്ത് ജീവിതമാണേലും മരണമാണേലും നമ്മളുടെ ഈശോയുടെ കുരിശുമരണത്തോട് നമ്മൾ ജീവിതം ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു സംഭവത്തിലൂടെ നിങ്ങളത് പ്രാവർത്തികമാക്കി. ചെറുപ്പം മുതലേ അവനെ ഒരുക്കിയതുമൊക്കെ ഞങ്ങൾ പിന്നീട് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്കതൊരു അത് ഒരുക്കിയ കാര്യങ്ങളൊന്നും ടെസ്റ്റ് ഷെയർ ചെയ്ത് നന്നായി. അവന് ഈ ചെറുപ്പത്തിലെ കുർബാന സ്വീകരണത്തിന് ചേട്ടൻ്റെ മോൻ്റെ കുർബാനക്കുള്ളപ്പാടിന് പോയപ്പോഴാണ് എനിക്കും അടുത്ത വർഷം കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ആഘോഷവും സമ്മാനമൊക്കെ കണ്ടിട്ടാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല, നമ്മൾ വളരെ ലളിതമായിട്ട് നടത്തുള്ളൂ. അപ്പോൾ ഇല്ല, എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നീ ഇന്ന് മുതൽ ഒരുങ്ങിക്കോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിച്ച് ഈശോനുള്ള സ്നേഹം നീ മനസ്സിൽ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന് മിഠായി ആയിരുന്നു. അങ്ങനെ അവൻ ഒരുങ്ങി. പക്ഷേ ഞങ്ങളുടെ ഇടവകയിൽ ഒരിക്കലും അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല. ആ വർഷം കുർബാന സ്വീകരണം നടന്നില്ല. പിന്നത്തെ വർഷമാണ്, അങ്ങനെ 2 വർഷം ഒരുങ്ങിയാണ് അവൻ ഈശോനെ സ്വീകരിച്ചത്. പിന്നെ അവൻ അങ്ങനെ ഒരു മാതൃക കാണിച്ചത് കൊണ്ട് ഇളയവരോട് നമുക്ക് പറയേണ്ടി വന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരും ഓരോന്ന് ഉപേക്ഷിച്ച് ഒരുങ്ങി. പഞ്ചസാര അങ്ങനെയൊക്കെ ഒരുങ്ങി. പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് ഇവൻ്റെ മരണശേഷം ഞങ്ങളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് ഇപ്പോൾ SSLCക്കൊക്കെ അവൻ CBSE ആയിരുന്നു. അപ്പോൾ ഈ MLA അവാർഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന് കിട്ടിയ നല്ല മാർക്ക് കിട്ടിയ അവാർഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ഒരുപാട് വില പിടിപ്പുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്താ പറയുക ബ്രാൻഡഡ് അവൻ്റെ ഷൂസ്, ഇതൊക്കെ അവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അവന് ഉപയോഗമില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സമാധാനിക്കണം എന്താണെന്ന് വെച്ചാൽ അവൻ അന്ന് ചെയ്ത ഈ കൊച്ചു സുഹൃതങ്ങളും പുണ്യങ്ങളും അതിൽ വീട്ടിലാണെങ്കിലും മൂത്തതായതുകൊണ്ട് പലപ്പോഴും ഞാൻ അവനോടാണ്, എടാ നീ ഒന്ന് ക്ഷമിക്കടാ, നീ അങ്ങോട്ട് കൊടുത്തേക്കടാ. നമുക്കറിയാമല്ലോ പിള്ളേരാകുമ്പോൾ ഒരു സ്റ്റിക്കർ ഫ്രീ കിട്ടിയാൽ അതിന് 3 കൂടി ഇടി വീഴും, ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവന് കിട്ടിയതാണെങ്കിലും അനിയന്മാർ വാശി പിടിക്കുമ്പോൾ ഇവന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുമ്പോൾ അവൻ വിട്ടുകൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു നിനക്ക് സ്വർഗത്തിലുണ്ട്, നിന്നെ ഈശോ അനുഗ്രഹിക്കും. ഇങ്ങനെ നമ്മ പറയണ ആ കൊച്ചു കാര്യങ്ങൾ ഇവനെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം പലപ്പോഴും അനിയന്മാർ കുറുമ്പ് കാണിക്കുമ്പോൾ നിന്ന് കൊള്ളാറുണ്ട്. തിരിച്ചടിക്കാൻ പോകുമ്പോൾ അത് ഭയങ്കര കലഹമായി മാറുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ തിരിച്ചടിക്കല്ല, നീ അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ അവിടെ അത് നിൽക്കും. അപ്പോൾ എനിക്കും എല്ലാത്തിനെയും പിടിച്ച് തല്ലി ഒതുക്കേണ്ട ഒരവസ്ഥ വരാറില്ല. ജോയിലാണ് പലപ്പോഴും വിട്ടുകൊടുക്കണതും ക്ഷമിക്കണതും. അപ്പോൾ ഇതിന് ശേഷം രണ്ടാമത്തെ ആളും അത് ഫോളോ ചെയ്യുന്നുണ്ടായി അവൻ്റെ ജീവിതത്തിൽ. അവനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടാമത്തവൻ പറയുവേ ഇതിന് ശേഷം പറയണേ, അമ്മേ എന്നാലേ ജോയൽ ഭയങ്കര ഭാഗ്യവാനാണ്, കാരണം അവൻ സ്വർഗം അടിച്ചു മാറ്റി. കാരണം കൂട്ടുകാരനെ രക്ഷിക്കാനാണല്ലോ അവൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു മരണമായതുകൊണ്ട് അവൻ എന്തായാലും സ്നേഹിതന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവ് പറഞ്ഞേക്കണം. ആ വചനം വെച്ച് അവന് സ്വർഗം കിട്ടും. അവൻ ഭാഗ്യവാനാണ്. നമ്മളൊക്കെ ഇനി എങ്ങനെ എപ്പോൾ എത്താനാണ്? എന്തോരം ശുദ്ധീകരണം കിടന്നിട്ടൊക്കെ ആയിരിക്കും. ജോയൽ ഭാഗ്യവാനാണ്. ആ കാഴ്ചപ്പാട് അന്ന് ശരിക്കും അവനും ഭയങ്കര ഒരു മുറിവും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു ആ മരണം. പക്ഷേ എങ്കിലും അവൻ്റെ മരണത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ഇതുകൊണ്ട് നോക്കിക്കണ്ടത് അങ്ങനെയാണ്. ജസ്റ്റ് ചേട്ടൻ എന്താ പറയുന്നതെന്ന് ഈ വിഷയത്തിൽ ഈ ഒരു അനുഭവം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലുള്ള വിശ്വാസത്തിൽ വളരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ് ഈ നമ്മളുടെ ജീവിത രീതിയാണ് എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളും ഈ വഴിയിലൂടെ കടന്നു പോകാനുള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരാൻ വേണ്ടിയാണ്. നമുക്കറിയാം നവംബർ മാസം തന്നെ നമ്മൾ ആചരിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പ്രബോധനങ്ങൾ തരുന്നില്ലെങ്കിലും നമ്മളെ ജീവിത രീതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഈ ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം, ഇതെല്ലാം നമ്മളുടെ ജീവിത രീതിയിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് സഭയുടെ പ്രബോധനങ്ങൾ. നമ്മൾ പലപ്പോഴും പലരും ചോദിക്കുന്ന കേൾക്കാം, സഭ മരണത്തെക്കുറിച്ച് അധികം പഠിപ്പിക്കുന്നില്ല, സഭ നരകത്തെക്കുറിച്ച് അധികം ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാം, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ നമുക്കറിയാം കാത്തലിക് CCCയിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ ജീവിത
രീതിയിൽ അനുദിന ജീവിതത്തിൽ ലയിച്ചിരിക്കുകയാണ് ഈ നിത്യജീവിതത്തിലേക്കുള്ള പ്രയാണം. നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ ലയിച്ച് ചേർത്തിരിക്കുകയാണ് സഭ. നമ്മൾ പോലും ഈ വലിയൊരു പ്രബോധനം അറിയാതെ ഓരോ നിമിഷവും ഫോളോ ചെയ്യുകയാണ്. ഇന്ന് പല കുട്ടികൾ, ഇപ്പം ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. എന്നോടൊരു കൊച്ചു ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, നിത്യജീവനെ പറ്റിയും ഇതിനെയൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു നോക്കാം. സർ, ഈസ് ദിസ് എ റിയാലിറ്റി എന്ന് ചോദിച്ചു. ശരിയാണ്. ഇപ്പം പലർക്കും അതൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ആക്ച്വൽ സംഭവമാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് പൊതു ലോകത്തിൽ നോക്കിയല്ല, ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. അപ്പം ഇതിനൊന്നും ഒരു പ്രയോറിറ്റി അതൊക്കെ മറന്നുള്ളൊരു ഓട്ടമാണ് ജീവിതമാണ്. അവിടെയാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ലയിച്ചു ചേർക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വലിയൊരു പ്രബോധനം. അല്ല, ഇന്ന് നമുക്ക് പലതും കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഇങ്ങനെ കിട്ടുകയും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വർഗവും നരകത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. ഇപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് ആ ഒരു ഇൻസിഡൻറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മൾ അനുദിന ജീവിതത്തിൽ ആ ജീവിച്ചത് കൊണ്ടാണ് നമുക്കത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നമ്മൾ അത്ര ഭയങ്കര സ്ട്രോങ് ആളുകളൊന്നുമല്ല. വളരെ സാധാരണക്കാര്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോഴൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ വരാൻ വൈകി അപ്പം പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ. പക്ഷെ അത് എങ്ങനെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റിയെന്നേ, പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ പ്രവർത്തിച്ചെന്ന്. അത് തന്നെ ഒരു ഞങ്ങള് തമ്പുരാന്റെ ആ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മൾ കൂദാശയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു വരവുള്ളൂ. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഈ വിവാഹം എന്ന കൂദാശയിലൂടെ നമുക്ക് ആ ഒരു കുടുംബത്തെ നയിക്കാനുള്ള എല്ലാ കൃപകളും കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെയുള്ള എല്ലാ ഇതും സഭയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൃപാവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. ഇന്നിപ്പം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ഇത് കഴിഞ്ഞിട്ട് ജീവിതം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ല എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവരുടെ യുക്തിയിൽ എങ്ങനെ നമ്മളിവരെ ബോധ്യപ്പെടുത്തും എന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവമേ, നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇട്ടുകൊടുത്താലേ അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവമേ. ഈ സ്കൂളിൽ ഞാൻ അധ്യാപികയായിരുന്നു അന്ന് ആൽബർട്ട്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ മരിച്ചുപോയവർ ഒത്തിരി പേര് മരണത്തെ അതിജീവിച്ച് പിന്നെ തിരിച്ചു വന്നവരുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്നോടൊരു അച്ഛൻ പങ്കുവെച്ച അത് ഇൻ്റർനെറ്റിലുണ്ട് അച്ഛൻ്റെ അനുഭവം. അപ്പോൾ ആ അച്ഛൻ്റെ പിക്ചറായിട്ട് ഇത് ഞാൻ എടുത്തു. ക്ലാസ് മുറിയിൽ ഞാനിത് കുട്ടികളോട് പറഞ്ഞു, കുട്ടികളോട് പങ്കുവെച്ചു. നമ്മളിങ്ങനെ നമുക്ക് ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ മരണശേഷം കടന്നുപോയ വഴികൾ, അപ്പോൾ അത് അച്ഛൻ റിയലി കണ്ട് തിരിച്ചു വന്നേക്കണേണല്ലോ. അപ്പോൾ അച്ഛൻ അത് എഴുതിയേക്കണത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കുട്ടികളോട് സംസാരിക്കുകയും നമുക്കൊരു ആത്മാവുണ്ടെന്നും അതിനൊരു എന്താണ് പറയണത്, നമ്മളിങ്ങനെ തമ്പുരാൻ വിളിക്കാതെ തിരിച്ചു പോകാൻ പാടില്ല, ആത്മഹത്യയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നരകത്തിൽ പോകേണ്ടി വരും, ഇതൊക്കെ ഇങ്ങനെ അന്ന് സൂചിപ്പിച്ച് പോയി. അങ്ങനെ അതിന് ശേഷം ഇവൻ 10ലെത്തിയപ്പോൾ പറഞ്ഞ കുട്ടി, എല്ലാ കുട്ടികളോടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി. അവൻ ഒത്തിരി നിരാശയിൽ പോയി. അവനൊരു 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു വീട്ടിൽ തന്നെ. അപ്പോൾ അവന് ഈ 10ാം ക്ലാസ്സിലൊക്കെ ഒത്തിരി വലുതായി കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥിക്കാനും ഇതിനൊക്കെ എൻ്റെ അടുത്തോട്ട് അധികം എന്നെക്കാൾ മാറി കിടക്കുമായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവനിങ്ങനെ പറയണത്, 3 പ്രാവശ്യം, ഒറ്റ മകനാണ് മാതാപിതാക്കൾക്കുള്ള, 3 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ടീച്ചറെ. അതെന്തുകൊണ്ടാണെന്നാണ് ടീച്ചർ അന്ന് ക്ലാസ് മുറിയിൽ എത്ര വർഷം 2-3 വർഷം മുമ്പ് പറഞ്ഞ കാര്യമോ. ഇതൊക്കെ ഞാൻ പങ്കുവെച്ചിരുന്ന കൊണ്ട് അവനപ്പോൾ ഈ ഒരു ബോധം ഇതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് അവന് ആത്മഹത്യ ചെയ്യണത് അവന് നരകത്തിൽ പോകും എന്നൊക്കെയുള്ള ഭയം കൊണ്ട് അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. നല്ല ബുദ്ധിയുള്ള കഴിവുള്ള കൊച്ച്, അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നെ അവനോ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറ്റബോധവും ഇതുമൊക്കെ മാറി അവൻ മിടുക്കനായിട്ട് ലോ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ശരിയായ അറിവ് കൊടുത്തില്ലെങ്കിൽ അബദ്ധങ്ങൾ അവരുടെ ലൈഫിലേക്ക് പോകും, അവർക്ക് കിട്ടേണ്ട ഒരു പ്രകാശം അവർക്ക് ഇല്ലാതായി പോകും. ഇപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ പള്ളിയിലെ അതികുർബാന സ്വീകരണം 65 കുട്ടികൾക്കാണത്. ഈ കോവിഡ് കാലത്തിൽ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു പ്രത്യേക ഒരു താല്പര്യം കൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെയ്തത് ശരിക്കും ഈ ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളെക്കുറിച്ചും സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ഒരുക്കിയത്. അപ്പോൾ കുർബാന സ്വീകരണം എന്നൊക്കെ പറയും, ഇത് നിത്യജീവൻ്റെ അപ്പമാണ്,
ഇതൊക്കെ പറഞ്ഞ് അതുകൊണ്ട് കുട്ടികളൊക്കെ ശുദ്ധീകരണത്തിന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അവരുടെ എന്തെങ്കിലും അവർ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കും. കൊച്ചുറേസ്യ പുണ്യവതിയൊക്കെ ചെയ്ത പോലെ. അതുപോലെ അവരുടെ അവസാന ഈ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന അന്നൊരു തീരുമാനം എടുത്തു. കൊച്ചുറേസ്യ പുണ്യവതി ഇങ്ങനെ തീരുമാനം എടുത്തു, അതായത് എത്രയും ദയുള്ള മാതാവി എന്ന ജപം ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന്. അത് മരിക്കണ അന്ന് വരെ ചെയ്തു. അപ്പോൾ ഈ കുട്ടികളും ഈ 65 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇത് ചെയ്തു. അവരുടെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇത് മാതാപിതാക്കളും അത് സഹകരിച്ച് ഒരുമിച്ച് അവർ ചെയ്തു, ഇത്രയും കുട്ടികൾ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു കാര്യമായി. കാരണം നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു കുഴപ്പമുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരും, അവരിൽ ആ ബോധ്യം ഉണ്ടാവും. നമ്മളിത് കൊടുക്കാത്തിടത്തോളം അത് ഉണ്ടാവുകയില്ല. കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെറുതിലേ കൊടുക്കുക. ഈ വലുതാവുമ്പോൾ നമുക്ക് എളുപ്പമല്ല, പിന്നെ അവരുടെ യുക്തി വളർന്ന്. ഈ വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യവതിയുടെ അമ്മയൊക്കെ ചെറുപ്പത്തിലെ ഈ നിത്യതയെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുകയും അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു കൊതിയൊക്കെ ഡോൺ ബോസ്കോയുടെ അമ്മ, ഡൊമിനിക് സാവിയൻ്റെ അമ്മ ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പ്രതിഭട്ടന് ഒരു ലേമാൻസ് ടേം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നൊന്ന് കൺവേ ചെയ്യാം. ഞാനൊക്കെ എൻ്റെ കാറ്റഗറിസം ക്ലാസ്സിലും എൻ്റെ പിള്ളേരോടൊക്കെ പറയുന്നൊരു ഇത് ഒരു എക്സാമ്പിളാണ്. നമ്മൾ 10 കൽപ്പനകളാണല്ലോ, എല്ലാം 10 കൽപ്പനകളെ ചുറ്റിപ്പറ്റിയാണല്ലോ നമ്മളുടെ ജീവിതം തന്നെ നിൽക്കുന്നത്. അപ്പോൾ 10 കൽപ്പനകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് 10 കൽപ്പനകളിലെ 75% അല്ലെങ്കിൽ 80% കൽപ്പനകളും ഇന്ന് രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. മാതാപിതാക്കളെ വ്യഭിചാരം ചെയ്യാൻ, മോഷ്ടിക്കരുത്, ഇതെന്ത് ചെയ്താലും നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. സ്വർഗത്തിൽ പോകുന്നത് രണ്ടാമതല്ല, ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ശിക്ഷയാണ്, ഇവിടെ തന്നെ ഒരു ശിക്ഷയുണ്ട്. അപ്പം ദൈവം നമ്മൾ പഠിപ്പിക്കുന്നു, ദൈവം സൃഷ്ടാവാണ്. കാര്യം മനുഷ്യനൊന്നും അപ്രാപ്യമല്ല പല കാര്യങ്ങളിലും. ഒരു ദിവസം കൊണ്ട് തന്നെ ഫ്ലഡ് വരുന്നു, ഇതൊന്നും മനുഷ്യൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ദർ ഈസ് എ സൂപ്പർ നാച്ചുറൽ പവർ. എന്നെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല, അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ സൂപ്പർ നാച്ചുറൽ പവറിനെ ദൈവം വിളിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിന് ഒരു വിധി നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധിയുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. ഈ ബോധ്യം നമ്മളുടെ ഈ ഒരു ജീവിതശൈലിയുടെ ഒപ്പം തന്നെ വിടുമ്പോഴേക്കും ആ ഒരു ബോധ്യം വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലായിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചെറുപ്പം തൊട്ടേ അതങ്ങ് ഫീഡ് ചെയ്ത് കൊടുക്കുക. കാര്യം സ്പിരിച്വാലിറ്റിയുടെ കൂടെ തന്നെ പാരലലി തന്നെ പോകേണ്ട ഒരു ആവശ്യം. കാര്യം ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം മതി, അവൻ്റെ ഉള്ളിലങ്ങ് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് ചോദ്യം ചെയ്യണം ഇതിനെല്ലാം. നമ്മൾ പടിപടിയായിട്ട് അവരെ വിശ്വാസത്തിൽ വളർത്തണം. അപ്പം എന്തായാലും നമുക്ക് ജർണച്ചന് ഈ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യതയാണ് നമ്മളെ സംസാര വിഷയം. നിത്യത, മരണം, നമ്മളുടെ സ്വർഗത്തിലുള്ള ജീവിതം, അന്ത്യവിധി, നിത്യവിധി, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഞാനൊരു രസകരമായ സംഭവം പറഞ്ഞു തുടങ്ങാം. കുറേ നാളുകൾക്ക് മുമ്പ് രാത്രിയിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തായ വൈദികനും കൂടി ഞങ്ങൾ കാറിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാണ്. വളരെ വിജനമായൊരു വഴിയാണ്. അപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാറിൽ പാട്ടൊക്കെ കിടപ്പുണ്ട്. പെട്ടെന്ന് പാട്ട് ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് വന്നപ്പോഴത്തേക്ക് അത് തുടങ്ങിയത് ഇങ്ങനെയാണ്: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ. അപ്പോൾ ഞാനിങ്ങനെ പാളി എൻ്റെ കൂടെയുള്ള വൈദികനെ നോക്കി. പുള്ളി ഇങ്ങനെ പേടിച്ചിരണ്ട് എന്നെ തിരിച്ചൊരു തോട്ടം, എന്തുകൊണ്ട് ഈ ഒരു പാട്ട് ഇപ്പം കയറി വരുന്നുള്ളത്. പിള്ളേരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ മരണപ്പാട്ടുകളും നമ്മുടെ ഒപ്പീസ് പാട്ടുകളും, പ്രത്യേകിച്ച് നമ്മുടെ ദുഃഖവെള്ളി പാട്ടുകളൊക്കെ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ എപ്പോഴും കാറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഇരുന്ന് വൈദ്യുതി ഞെട്ടിപ്പോയി. രാത്രി പിള്ളേരാണ്, എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് പേടിപ്പിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മരണപ്പാട്ടുകളൊക്കെ നമ്മൾ സ്ഥിരം മരിച്ചടക്കിനൊക്കെ പോകുന്നതെല്ലാം ചെയ്യുന്നെങ്കിലും അസമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ പാട്ടുകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ആരും പാടാറുണ്ടോ? എന്നെ തന്നെ വീട്ടിൽ പലവരെ സമ്മതിച്ച് വഴക്ക് പറയാറ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒപ്പീസ് പാട്ട് ചുമ്മാ ഇരുന്നൊക്കെ പാടുമ്പോൾ അമ്മച്ചറിയും നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിയാലിറ്റിയാണ്. കാരണം ആ പാട്ടൊക്കെ പാടുമ്പോൾ എന്തോ ഒരു അപശകുനം അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മോശം കാര്യം എന്നൊരു ചിന്ത എങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും പാടാറുണ്ടോ ഈ മരണപ്പാട്ടുകളൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹം നൈസായിട്ട് ഈ ഒപ്പീസ് പാട്ടുകളൊക്കെ തിരിച്ചും മറിച്ചും നല്ല ശബ്ദത്തിൽ വീട്ടിട്ടുകൊണ്ടിരിക്കും. പുള്ളിവരാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നതാണ് ഈ ജന്മദിനത്തിൽ
ഏറ്റവും വലിയ നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തരുത്, നമ്മൾ കടന്നു പോകേണ്ടവരാണെന്നും ഇതൊന്നും നമ്മുടെ അല്ലെന്നൊക്കെ ഉള്ള ഇത്ര രസകരമായ കാര്യമല്ലേ. ഒരു വികാരിച്ചും പറഞ്ഞ രസകരമായ ചിന്ത കൂടി പങ്കുവെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. വികാരിച്ചും പറയാണ്, വികാരി സ്ഥലം മാറി പുതിയ ഇടവക ചെന്നാണ്. അപ്പോൾ കപ്പ്യാരുമായിട്ട് വീഡിയോ വെതിരിപ്പിന് പോകുമ്പോഴത്തേക്ക് വീഡിയോ വെതിരിപ്പിൻ്റെ കാറോസൂസ വായിക്കേണ്ട കപ്പ്യാരാണല്ലോ. കാറോസൂസിന് അവസാന ഭാഗത്തെ കാറോസൂസ ഒരെണ്ണം തുടങ്ങിയിട്ട് പെട്ടെന്ന് കപ്പ്യാരങ്ങ് കടിച്ചു പിടിച്ച് നിർത്തിയിട്ട് നമുക്കെല്ലാവർക്കും നമ്മോരുത്തും പിതാവിനും പുത്രനും പരിസ്ഥാനം സമർപ്പിക്കാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനകളെല്ലാം നിർത്തും. അപ്പോൾ ഒന്നും പ്രാവശ്യപ്പോഴത്തേക്ക് വികാരിച്ച് നോട്ട് ചെയ്തു. ഇപ്പോൾ വികാരിച്ച് തന്നെ എടുത്ത് നോക്കി, എന്താണ് ഈ സമയം പറയുമ്പോൾ കപ്പ്യാർ ആ കാറോസൂസ വിഴുങ്ങിക്കളയുന്നത്. വികാരിച്ച് പുസ്തകം നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ, ആ കാറോസൂസ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗ്ഗത്തെപ്പറ്റിയും നമ്മുടെ മരണത്തെപ്പറ്റിയും നമ്മുടെ നിത്യവിധിയെ പറ്റിയെല്ലാം ഓർമ്മയോടെ ജീവിക്കാൻ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് കപ്പ്യാർച്ചൻ മിസ്സാക്കുന്നത്? അപ്പോൾ കപ്പ്യാർച്ചൻ പറയാം, അച്ഛൻ ഇത്ര നല്ലൊരു കർമ്മമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിനെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ മരണവും അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടാത്ത ചിന്തയൊക്കെ എപ്പോഴും തോന്നാറുണ്ടല്ലേ. മരിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മൾ പാട്ടൊക്കെ വെച്ച് റെഡിയാക്കും. പക്ഷേ അതിന് മുമ്പ് ഒരിക്കലും നമ്മളിതിനെ പറ്റി ഡിസ്കഷൻ ഒന്നും നമ്മൾ ഒരിക്കലും ഇറങ്ങാറില്ല. ഇറങ്ങി തന്നെ ഒരു പേടിയോടെയൊക്കെ നമ്മൾ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ധ്യാനം മരണത്തെപ്പറ്റി ധ്യാനിക്കുക എന്നുള്ളത്. ചാവറപ്പിതാവിൻ്റെ മരണത്തെപ്പറ്റി പറയുന്ന രസകരമായ കാര്യമുണ്ട്. ചാവറപ്പിതാവ് മരണത്തെ പ്രതീക്ഷിച്ചിങ്ങനെ അടുത്ത് കിടക്കുകയാണ്, രോഗമൊക്കെ പിടിച്ച് മരിക്കുന്ന ഉറപ്പിച്ച സമയത്ത് കിടക്കുകയാണ്. അപ്പോൾ ചാവറച്ചൻ്റെ അടുത്തിരുന്ന് എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ചാവറപ്പ് പെട്ടെന്ന് കടന്നു പോവുകയാണ്, ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടുത്തെ കൂടെ ഇരുന്ന അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാം കരഞ്ഞുകൊണ്ട് ചാവറച്ചൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനാണ് ഭയങ്കര സന്തോഷവാനാണ്, ഈ ഒരു സമയത്തിന് വേണ്ടി ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നത്, എനിക്കെൻ്റെ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള സമയമായല്ലോ എന്ന്. പക്ഷേ അതിന് മുമ്പ് ചാവറച്ചൻ്റെ കാര്യം പറഞ്ഞായിരുന്നേ, ഞാൻ എൻ്റെ മാമോസായി കിട്ടിയ പ്രസാദപരം ഒരിക്കലും കളഞ്ഞിട്ടില്ല. കാരണം അത്ര വിശുദ്ധമായി ജീവിച്ചുകൊണ്ടാണ് ചാവറച്ചൻ മരണസമയത്ത് സന്തോഷത്തെ നോക്കി കാണുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ വഴക്ക് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ സങ്കടപ്പെടരുത്, ഞാൻ സന്തോഷിക്കുകയെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. മരണം അടുത്തെത്തി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വെപ്രാളമാണോ അതോ സന്തോഷമാണോ? നമ്മൾ ദൈവത്തെ കാണാൻ പോകുന്നതിന് വലിയ ആനന്ദമാണോ അതോ അയ്യോ എന്തൊക്കെ ചെയ്യാനായി പറ്റിയില്ല, കുറേ മിസ്റ്റേക്കുകൾ പറ്റി എന്നൊരു ചിന്തയാണോ? ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ വീട്ടിലെപ്പോഴെങ്കിലും മരണത്തെപ്പറ്റിയൊക്കെ ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ? നിങ്ങളോ മക്കളോ ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ ഡിസ്കഷൻ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ഗോഡ് ടോക്ക്, അല്ലെങ്കിൽ സ്വർഗ്ഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, നിത്യവിധിയെപ്പറ്റിയൊക്കെ. എനിക്ക് തോന്നുന്നു കുഞ്ഞിലെയൊക്കെ നമ്മൾ പിള്ളേരോട് ചില കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സ്വർഗ്ഗവും നരകമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞാൽ മാലാഖമാരൊക്കെ ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ്, നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്, എപ്പോഴും പുകയൊക്കെ കാണും, ഭയങ്കര സന്തോഷമുള്ള സ്ഥലമാണ്. നരകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എപ്പോഴും നിത്യ നരകാഗ്നിയാണ്, അല്ലെങ്കിൽ അവിടെ ഈ പുഴുവൊക്കെ ഞൊളയ്ക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മൾ വഴി കൂടി പോകുമ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും നമ്മുടെ കടായി ചിക്കനും അല്ലെങ്കിൽ നമ്മുടെ ബാർബിക്യൂ ഒക്കെ കറങ്ങുന്ന പോലെ ഇതുപോലെ നരകത്തിലെ ചിക്കൻ അല്ലെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ ആത്മാക്കളുടെ എന്ന് പിള്ളേരെ നമ്മൾ കുഞ്ഞിലൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. പക്ഷെ വലുതായി വരുമ്പോഴത്തേക്ക് നമ്മൾ അവരോട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കാര്യം അപ്ഗ്രേഡ് നമുക്കൊരു അറിവുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ആകെ ചോദിക്കാൻ പോകുന്ന കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ, നമുക്ക് നിത്യത്തെ പറ്റിയുള്ള അറിവെന്താ? സ്വർഗ്ഗത്തെ പറ്റിയുള്ള അറിവെന്താ? സ്വർഗ്ഗത്തിൽ കുഞ്ഞാളിൽ കൊച്ചിട്ട് പറഞ്ഞു കൊടുത്ത ഈ പുകയും ഫ്രൂട്ട്സും ഡാൻസൊക്കെയുള്ള സ്വർഗ്ഗമാണോ ശരിക്കുള്ള സ്വർഗ്ഗം? അല്ല നരകം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ഇടിവെട്ടും പെരുന്നാളും ഡ്രാക്കുള സിനിമ കാണുന്ന പോലെ ഒച്ചയും ബഹളവും കുറേ തീയും ഒക്കെ മാത്രമാണോ? ശുദ്ധീകരണ സ്വർഗ്ഗം അങ്ങനെ തന്നെയാണോ? പ്രിയപ്പെട്ടവരെ, അതിലാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം അറിയാമോ? പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചോ അല്ലെങ്കിൽ ഒരു യുക്യാറ്റൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ നിത്യതയെ പറ്റിയുള്ള നമ്മളെ അറിവിൽ തന്നെ. എന്താ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ? സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളാണെന്നറിയാവോ? പിതാവായ ദൈവത്തെ, ഈശോയെ, പരിശുദ്ധാത്മാവിനെ, സകല വിശുദ്ധരെ, മാലാഖമാരെ മുഖാമുഖം കണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത, ജീവൻ്റെ പൂർണ്ണത എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. അത്രേ ഉള്ളൂ സ്വർഗ്ഗം. വളരെ സിമ്പിൾ. ഇതൊരവസ്ഥയാണ്. അങ്ങനെ തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ പറയുന്നത്. നിങ്ങൾ ഇതൊരു സ്ഥലമല്ല, ഇതൊരു ആത്മാവിൻ്റെ അവസ്ഥയാണ്. ആത്മാവ് ദൈവത്തെ മുഖാമുഖം കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്താ നരകം? നരകമെന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ദൂരെ പിതാവായ ദൈവത്തെ കാണാം, ബാക്കി എല്ലാവരും പിതാവായ ദൈവത്തിനൊപ്പം സ്വർഗ്ഗത്തിൽ ആനന്ദിക്കുന്ന കാണാം. പക്ഷെ എനിക്ക് ഒരിക്കലും അത് കണ്ടെത്താൻ പറ്റത്തില്ല, ഒരിക്കലും അങ്ങ് എത്താൻ പറ്റത്തില്ല. ഞാൻ നിത്യമായി നഷ്ടപ്പെട്ടു പോയി. ഇങ്ങ് ആ ദുഃഖത്തിൽ, ആ അഗ്നിയിൽ കിടക്കുകയാണ്. ശരിക്കും ഒരു കുഞ്ഞ് അമ്മയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞാൽ, നരകം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പറഞ്ഞതിനേക്ക് അവിടെ ഈ പുഴുവൊക്കെ ഉള്ള തീയൊക്കെ ഉള്ള സ്ഥലം എന്നല്ലേ? അപ്പം അത് ശരിയാ അത് തന്നെ. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങ് പോകരുത്, അവിടെ നീ പുഴുവൊക്കെ തന്നെ ഞൊളയ്ക്കും നീ. അപ്പോൾ ഈ കൊച്ചു ചോദിക്കുകയാണ്, തിരിച്ചു ചോദിക്കണം, അമ്മ അപ്പോൾ ഈ പുഴുവൊക്കെ എങ്ങനെ തീ കിടന്ന് ഞൊളിക്കുന്നത്? തീ കിടന്ന് പുഴു വെച്ചാൽ പുഴു ഓൾറെഡി ബാർബിക്യൂ ആയി മാറിയില്ല, ഇത് ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, നരകം എന്ന് പറഞ്ഞാൽ ഈ ബാർബിക്യൂ ചുറ്റെടുക്കുന്ന സ്ഥലം അല്ല കേട്ടോ. മറിച്ച് സ്വർഗ്ഗത്തെ ദൂരെ നിന്ന് കാണാം, പക്ഷെ ഒരിക്കലും അങ്ങോട്ട് എത്താൻ പറ്റില്ല. ആ നിത്യ ദുഃഖത്തിൽ ആത്മാവ് കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന, വെന്തു പോകുന്ന അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ശുദ്ധീകരണ സ്ഥലം? വളരെ സിമ്പിളായിട്ട് ശുദ്ധീകരണ സ്ഥലം പറഞ്ഞാൽ അറിയാമോ? നമ്മൾ ഈ വലിയ വലിയ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോൾ വിൻഡോ ഷോപ്പിംഗ് നടത്തത്തില്ലേ?
നമുക്ക് അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാം, അല്ല ഭക്ഷണ സാധനങ്ങളോ ബാക്കി എന്ത് സാധനങ്ങളോ കാണാം. പക്ഷേ നമുക്ക് കൈ പൈസ ഇല്ല, പുറത്ത് നമ്മൾ കണ്ണാടി കൂടി നോക്കിയിട്ട് അങ്ങ് ഇച്ചിരി ആയി വെള്ളമൊക്കെ ഇടുന്ന് നടന്നു പോകും. ഇത് തന്നെയാണ് ശുദ്ധീകരണ സ്ഥലം. ഒരു വിൻഡോ ഷോപ്പിംഗ് പോലാണ്. സ്വർഗത്തെ കാണാം, പക്ഷേ ഇപ്പം എൻ്റെ പൈസ ഇല്ല, എന്നെങ്കിലും എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും, എനിക്ക് പൈസ കിട്ടും. ആ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. എനിക്ക് പിതാവായ ദൈവത്തിനൊപ്പം ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കാണാം, പക്ഷേ എൻ്റെ സമയമായിട്ടില്ല, എപ്പോഴെങ്കിലും എൻ്റെ സമയം വരും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി ചില കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, തനത് വിധി, അന്ത്യവിധി ഒക്കെ എന്നാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആത്മാവിന് വിധിയുണ്ട്. ആ വിധിയിൽ 3 സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉള്ളത്. 1 സ്വർഗം, 2 നരകം, 3 ശുദ്ധീകരണ സ്ഥലം. സ്വർഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ മരിച്ച സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ അനുതാപത്തോടെ എല്ലാ വിശുദ്ധിയിലും മരിച്ച ആത്മാവ് നേരിട്ട് പോകുന്ന സ്ഥലം സ്വർഗം. നരകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാൾ കടന്നു പോകുന്ന നിത്യമായ അവസ്ഥ. ശുദ്ധീകരണ സ്ഥലം അപ്പം എന്താ? ഞാൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഞാൻ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടിയപ്പോൾ എനിക്ക് നിത്യ നരകാഗ്നി ഞാൻ ഒഴിവാക്കി. പക്ഷേ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും, കുമ്പസാരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും നമ്മൾ ഉറപ്പായിട്ടും വൈദികനിലൂടെ നമുക്ക് ആശീർവാദം കിട്ടുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടുന്നുണ്ട്. പക്ഷേ പാപകടങ്ങൾ മുഴുവൻ മോചിക്കപ്പെടുന്നില്ല. ആ പാപകടങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പുണ്യപ്രവൃത്തികൾ ചെയ്തും ഒത്തിരി സാക്രിഫൈസസ് ചെയ്തും ഒത്തിരി മോട്ടിഫിക്കേഷൻ ചെയ്തും ഒത്തിരി ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ ആത്മാവിനെ വീണ്ടും വീണ്ടും പുഷ്ടിപ്പെടുത്തുകയും ഈ പാപകടങ്ങൾ മോചിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലം ഒഴിവായി നിരത്തി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ആ സ്ഥലമാണ് ശുദ്ധീകരണം. നമ്മുടെ പാപകടങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സഭ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. കാരണം അവർ ഹെൽപ്ലെസ് ആണ്. ഇത്രയും സിമ്പിളാണ് ഈ സ്വർഗവും നരകവും നിത്യനരകാഗ്നിയെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇച്ചിരി എഫേർട്ടൊക്കെ എടുത്ത് വീട്ടിലൊരു ഡിസ്കഷനൊക്കെ വെക്കണം കേട്ടോ. കുറച്ചുകൂടെ നമ്മുടെ നോളജിനെ അപ്ഗ്രേഡ് ചെയ്യണം. അവസാനമായിട്ട് ഒരു അടിപൊളി കുടുംബത്തെ പരിചയപ്പെടുത്തിയിട്ട് നിത്യതയെപ്പറ്റി സ്വപ്നം കണ്ട് ജീവിച്ചൊരു അടിപൊളി കുടുംബത്തെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം. അത് ഈ അടുത്തിടെ തന്നെ ബ്ലസ്സഡായ വാഴ്ത്തപ്പെട്ടവളായ കിയാര കൊർബേല പെട്രീല എന്ന് പറയുന്ന ഭയങ്കര അടിപൊളിയായിട്ടുള്ള യങ് ആയിട്ടുള്ള സെയിൻ്റാണ് ഫ്രം ഇറ്റലി. എന്നേക്കാൾ 1 വയസ്സ് മൂത്താണ്. 84 ജനിച്ച വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ വന്ന് മരിച്ചുപോയ ഒരു അമ്മയാണ്. ഭയങ്കര രസകരമായിട്ടാണ് അവർ നിത്യത നോക്കിക്കണ്ടത് കേട്ടോ. കിയാരയുടെ ഭർത്താവിൻ്റെ പേര് എൻട്രിക്കോ എന്നായിരുന്നു. ഇവരുടെ കല്യാണത്തിന് തൊട്ടടുത്ത മാസങ്ങൾ തന്നെ ഇവൾ പ്രഗ്നൻ്റ് ആയ. ആദ്യത്തെ കുഞ്ഞ് മരിയ എന്ന ഒരു പേരിട്ടു. കുഞ്ഞ് പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ. പക്ഷേ ഒരു പ്രഗ്നൻസിയുടെ പാതി വഴിക്ക് മനസ്സിലായി ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല എന്നുള്ളത്. ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്നുള്ളൂ. പക്ഷേ അവർ അബോർഷൻ ചെയ്തില്ല. അവർ പ്രിഫർ ചെയ്തു ഞങ്ങളുടെ കുഞ്ഞ് പുറത്തേക്ക് വരട്ടെ, 1 മിനിറ്റ് ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാണ്ട് കടത്തി വിട്ടോളാം. കുഞ്ഞ് പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. രണ്ടാമത് അവൾ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഡേവിഡ് എന്ന് പേരിട്ടു, ആൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞ് അതുപോലെ ജനിച്ച് പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. 3ാമത്തെ കുഞ്ഞ് ഫ്രാൻസിസ്കോ അവർ പേരിട്ടു. 3ാമത്തെ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും ഫ്രാൻസിസ്കോ എന്ന് പേരിട്ടു. കുഞ്ഞ് വളരെ ഹെൽത്തിയാണ്, നോർമൽ പ്രഗ്നൻസി എല്ലാം. അവൾ പെട്ടെന്ന് ഇവിടെ നാവിൽ ക്യാൻസർ എന്ന് മനസ്സിലായത്. പതുക്കെ അവൾ ട്രീറ്റ്മെൻറ്റൊക്കെ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞ് ജനിച്ച ശേഷം പൂർണ്ണ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം കുഞ്ഞ് ജനിച്ച് കുറച്ച് നാൾക്ക് ശേഷം ഈ കിയാര കടന്നു പോവുകയാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കിയാര കടന്നു പോയപ്പോൾ എൻട്രിക്കോ പറഞ്ഞൊരു കമൻറ്റാണ്. എൻട്രിക്കോ പറയുകയാണ്, വൈ ഷുഡ് ഐ അപ്സെറ്റ്? ബിക്കോസ് ഷീ വെൻറ്റ് ടു ദ പേഴ്സൺ ഹു ലവ്ഡ് ഹെർ ബെറ്റർ ദാൻ മീ. എന്നെക്കാളും കൂടുതലായിട്ട് അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്കല്ല അവൾ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നുള്ളത്? കിയാരയുടെ അവസാന അന്ത്യാഭിലാഷം കണ്ടപ്പോൾ ഞെട്ടിപ്പോകും. കിയാര പറയുകയാണ്, ഞാൻ മരിച്ച ആരും കരയരുത്, എൻ്റെ മരണം ആഘോഷമാക്കണം. കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ മക്കൾ 2 പേര് അവിടെ സ്വർഗത്തിലുണ്ട്, അവരെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രസകരമുണ്ട്. അവൾ പറയുകയാണ്, എൻ്റെ മരിച്ചടക്കിന് എന്നെ കടത്തുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണം ഉടുപ്പിട്ട് വേണം കടത്താൻ. നമുക്കറിയാം ലാറ്റിൻ ട്രഡീഷനിലെ നീളമുള്ള ഗൗണുണ്ട്, അതിട്ട് വേണം എന്നെ മരിച്ചടക്കിന് കടത്താൻ. എന്നിട്ട് മരിച്ചടക്ക് കൂടാൻ വരുന്ന എല്ലാവരും ഇതുപോലെ എൻ്റെ കല്യാണത്തിന് വന്ന പോലെ ഒരു കല്യാണം കൂടാൻ വരുന്ന അറ്റയറിൽ വേണം, ഡ്രസ്സിൽ വേണം വരാനായിട്ട്. ശരിക്കും ഇവളുടെ മരിച്ചടക്കിന് പള്ളിയിൽ കുർബാന നടന്നപ്പോഴത്തേക്ക് എല്ലാവരും ശരിക്കും കല്യാണ കുർബാന ഡെക്കറാണ്. അത്രയും ആഘോഷപരമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിത്യതയുടെ ബ്യൂട്ടി. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ നമുക്ക് പറ്റുമോ? മരണത്തെ പേടിയില്ലാതെ, മരണത്തെ ചാവറപ്പിതാവും കിയാരയൊക്കെ പറയുന്ന പോലെ ഞാൻ ഹാപ്പിയാണ് പോവാൻ, നിങ്ങളെന്തിന് സങ്കടപ്പെടണമെന്ന് പറയുന്ന വിധത്തിലുള്ള വലിയൊരാഴമായ വിശ്വാസം, നിത്യതയെപ്പറ്റിയുള്ള സ്വപ്നം, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഏക കാര്യം. ഒന്നേ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നിത്യതയെ നോക്കി നടക്കാൻ പഠിപ്പിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും സ്വർഗത്തെ നോക്കി നടത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പാപവും മരണവും നരകവുമെല്ലാം പഴയ സ്കീമാണ്, പേടിപ്പിക്കാനുള്ള കാര്യമാണ്, ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന പൊട്ട ബുദ്ധികളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ല, ഇതൊക്കെ റിയാലിറ്റിയാണ്. ഞങ്ങൾ ഫേസ് ചെയ്യേണ്ട നിത്യതയിലുള്ള സത്യങ്ങളാണെന്ന ബോധ്യത്തോടെ എല്ലാ ദിവസവും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, സ്വർഗം നോക്കി തന്നെ ജീവിക്കാൻ
ശുദ്ധീകരണ സ്ഥലം എന്ന ആവറേജ് സ്വപ്നത്തിലേക്ക് ചുരുങ്ങിപ്പോവാതെ സ്വർഗത്തെ തന്നെ നോക്കി ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം കൈകൊടുത്ത് ജീവിക്കാൻ, പരസ്പരം സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രോത്സാഹനമാകാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഈശോയെ സ്വർഗത്തിലും ഒന്നിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥ സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, പറ്റുമെങ്കിൽ ഒരു CCCയോ UCAT മേടിച്ചിട്ട് കുറച്ചൊക്കെ പഠിക്കുക കേട്ടോ. റിസർച്ചൊക്കെ നടത്ത് ഈ നിത്യതയെ പറ്റിയൊക്കെയുള്ള. ആമേൻ. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കാം. താങ്ക് യു.